മമ്മൂട്ടി ഷൂട്ടിംഗ് എടുത്ത സ്ഥലത്തിൽ ഞങ്ങൾ ഇരുന്ന് എവിടെ മമ്മൂട്ടിയുടെ സീറ്റ്. ഊട്ടിയിൽ വരുന്ന മിക്ക പേരും ചെയ്യുന്ന ഒരു വിഡിത്തം എന്താണെന്നറിയോ? വിഡിത്തം തന്നെ പറയും ഞാൻ. അതാണ് പാലം. ട്രെയിൻ വരുന്നു. ഊത്തടാ ഊത്ത് സൂര്യന്റെ അതന്നെ. ഒരു ചായ കുടിക്കാൻ നല്ല വൈബുള്ള സ്ഥലം തപ്പി ഇറങ്ങിയതാ. നേരെ ഊട്ടിക്ക്. തല 1, 2, 3. ഇവന് കൂട്ടത്തിലുള്ള കേട്ടോ. ഓനെ തവിട് എടുത്ത് വാങ്ങിയതാ. നല്ല പുക പോകുന്നത് നോക്ക്. കണ്ടോ മൂവി കണ്ട് നക്ഷത്രം കാണുന്നുണ്ടോ? ഈ പ്രമുഖ വാന നിരീക്ഷകനാ. കൂട്ടത്തിൽ ഏതോ ഒന്നാണ് അപ്പറഞ്ഞ സാറ്റലൈറ്റ്. 9 ഡിഗ്രി തണുപ്പ്. വണ്ടി ഓടിക്കുമ്പോ എന്താ തണുപ്പ്. ആരാടാ ഞാൻ ഓടിക്കുന്ന വണ്ടി? വേണ്ട, ഇനി ആകെ 5 കിലോമീറ്റർ കൂടിയാണ്. നീച്ചില്ല. ആകെ ഇനി 5 കിലോമീറ്റർ കൂടിയല്ലോ. ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഓടിക്കട്ടെ. പിന്നെ 3 ടീ ചായ നമ്പർ 1. മോനെ ഇമ്പലാളുകൾ കാറിന്റെ പോലീസേം പറഞ്ഞ തല്ലുകൂടുകയായിരുന്നു. അല്ലാന്ന് എടോ ഇങ്ങോട്ട് നോക്ക്. ക്യാമറയൊക്കെ കോടടിച്ച് കയറണുണ്ടോ? സമയം 6:18. ഊട്ടിയിലെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാ. സ്ഥലമൊന്നും ഓർമ്മല്ല. ഫോൺ നോക്കിയത് കണ്ടപ്പാട് നിർത്തി. അത്ര തന്നെ. ഉള്ളിലേറ്റ ജാക്കറ്റ് ഉണ്ടോ പോകുന്ന? യൂട്യൂബിലിട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞെടുത്തോ. നോക്കൂ, സൂര്യന്റെ സുപ്രഭാതം. അതെ, സൂര്യന്റെ സുബോധയം എന്നാ പറയാ. സൂര്യന്റെ സുബോധയം. അതന്നെ. അക്ബറുടെ സൂര്യന്റെ സുബോധയം കാണാൻ നിൽക്കാണ് ഗൈസ്. സുബോധയം എന്ന് വെച്ചാ പുലരി. സുബോധയം എന്ന് വെച്ചാൽ അത് സൂര്യോദയാണ്. സൂര്യന്റെ സൂര്യോദയം എന്ന് പറയൂല, സൂര്യോദയം കാണാൻ നിൽക്കുക. അത് ശരിയല്ലേ? എന്നാലും എന്താ ബദർ. ഊട്ടിയിലെ സുപ്രഭാതം. അയ്യ ഇല്ല, ഇപ്പൊ പോല. അടുത്തതായി നമുക്ക് നമ്മുടെ സഹയാത്രികരെ പരിചയപ്പെടാം. മീറ്റ് മിസ്റ്റർ ഗോകുൽ കൃഷ്ണ, CEO ഓഫ് ആക്സിസ് ബാങ്ക്. അതെ. മീറ്റ് മിസ്റ്റർ ലണ്ടൻ സാഹിബ് നൂർഷാൻ പി ഇല്ലേ? എന്നാ PM. മീറ്റ് മിസ്റ്റർ അക്ബർ KK, CEO ഓഫ് ബേർഡേ ടെക്നോളജീസ്. ഊട്ടി തന്ന കണി തന്നെ അടിപൊളിയാണ് കേട്ടോ. ഏതാ ഈ ഒരു വ്യൂ, പൊളി സാധനം. എടോ അതെല്ലാം ഇങ്ങോട്ട് വലിച്ചിട്ടാ എടുത്ത് ബേക്കോട്ട് ഇട്ടോ. വിടരാ വണ്ടി.
തുറക്കാൻ പറ്റുന്നില്ല. എടോ, ഒന്നും കാണില്ല. അയ്യോ, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലെങ്കിലും ഡേഞ്ചർ ഡ്രൈവിംഗ് ആണ്. വലിച്ചടിക്കോറ് മിക്കവാറും അതെ. BGM ഇട്ടില്ലേ ആശാന് പുറത്തിറങ്ങാൻ പറ്റൂല. എന്താ ചെയ്യാ? സൂര്യൻ വീണ്ടും ഉദിക്കുന്നു. ഒരു ദിവസം എത്ര വട്ടാ സൂര്യൻ ഉദിക്കുന്നത്? പക്ഷെ ഇവിടെ വൻ പൊളിയാണ് കേട്ടോ. മുട്ടക്കുന്ന് അപ്പം ഇനി അടുത്ത സ്വീകരണ കേന്ദ്രം ലക്ഷ്യമാക്കിയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോട്ടെ. എന്തിനാ വെറുതെ ബിൽഡപ്പ് ഇടുന്നത്? ഊട്ടിയിൽ വന്നാൽ തെണ്ടി നടക്കണം. അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. ഫോട്ടോ മതിയാ? എന്തോരം മനുഷ്യന്മാരാ. വെടി വാങ്ങിക്ക. ഇനി ചായ കുടിക്കണം. മസാല ദോശ എങ്ങനെ ഉണ്ടടാ? ആണ് ആണോ? മസാല ദോശ തന്നെ. ഇത് വികാരല്ലല്ലോ. പിടിക്കാൻ എവിടെ ചെന്നാലും ഊത്തടാ ഊത്ത് ഊത്തടാ ഊത്ത്. അതെ, എനിക്ക് കിട്ടിയ സാധനം തിന്നാൻ നോക്കി. ചായ കഴിച്ചതിന് ശേഷം ചായ കഴിച്ചതിന് ശേഷം നേരെ നമ്മള് ടോയ് ട്രെയിൻ കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാ. ഇതാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഓ, പുതിയൊരു അറിവേ. ഏത് നമ്മളെ കിലുക്ക് സിനിമയിലൊക്കെ ഉള്ള അതന്നെ. ടിക്കറ്റ് കംപ്ലീറ്റ് സോൾഡ് ഔട്ട്. ഒരു രക്ഷയില്ല. ഊട്ടിയിലെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മളെ ടോയ് ട്രെയിൻ ടിക്കറ്റ് കിട്ടുക എന്ന് ഉറപ്പായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരെ ലൗഡയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇവിടെ സ്റ്റേഷനിൽ കയറാൻ ടിക്കറ്റ് വേണം പോലും. 4 പേർക്ക് 40 രൂപ. എത്രയോ സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ലൗഡയിൽ റെയിൽവേ സ്റ്റേഷൻ. ഹേയ് നാന സിനിമയിൽ മറ്റേ മൃണാൽ ഠാക്കൂറും നാനിയൊക്കെ കാണുന്നത് ഈ ഏരിയയിൽ വെച്ചിട്ടാ. അങ്ങനെ എത്ര സിനിമകൾ പേരറിയുന്നതും പേരറിയാത്തതായിട്ടുള്ള. ടോയ് ട്രെയിൻ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു. വരികയാണെങ്കിൽ കാണാം. വേറെ കുഴപ്പമില്ലല്ലോ. കുറച്ച് സമയം റെയിൽവേ പാളത്തിലൂടെ എങ്ങനെ നടക്കട്ടെ. ഇതൊരു വൈബ് സ്ഥലമാണ്. നിങ്ങൾ പലരും വന്നിട്ടുണ്ടാവും. വരാത്തവർക്ക് ഒരു അറിവായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞു തന്നുള്ളൂ. വീതി മാത്രമല്ല, ഇത് മറ്റേ ആ വേലങ്ങനുള്ള ഇതിൻ്റെ അടിയിലുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കമ്പികളുണ്ട്. ഇതിലെങ്ങനെ നേരെ നടന്നാല് അപ്പുറത്ത് ഒരു പാലുണ്ട്. ആ പാലം വൈബാ. അതാണ് പാലം. ആ ട്രെയിൻ വരുന്നു. He's coming.
ദാറ്റ്സ് ഇറ്റ്. അത് പോയി. ഇനി നമുക്ക് പാലത്തിനോട്ട് പോവാം. പക്ഷേ സമയം എത്ര? 9:30 9:29. എന്നിട്ട് തണുപ്പിനൊരു കുറവുമില്ല. അത് നമ്മളെങ്ങനെയാ എടുത്തത് ഫോട്ടോ? എനിക്ക് ഓർമ്മയില്ല. ഒരു വെറൈറ്റി വെറൈറ്റി എന്നിവിടെ വരുമോ അന്ന് മൊത്തം ഇതേ ഫോട്ടോ. ഈ പൂവും കൈ പിടിച്ചൊരു ഫോട്ടോ. മേലൊരു ഫോട്ടോ. യെസ് ഗൈസ്, അങ്ങനെ നടന്ന് നമ്മൾ രണ്ടാമത്തെ ഇത് തുരങ്കാലേ. അപ്പോൾ ഒന്നാമത്തെ തുരങ്കത്തിലെത്തി. ആദ്യത്തെ പാലയിലും ഇത് തുരങ്ക. അതെ, മറ്റേ പാലെന്ന് പറയുമ്പോൾ ഇത് തുരങ്കെന്നും പറയാ. ഇവനെ വിശ്വസിക്കരുത് ഗൈസ്, ഫേക്കാണ്. അതെ ഇവിടെ അല്ല ശരിക്കും. അതെ, ഫുൾ ഗ്രീൻ സ്ക്രീൻ ആണ്. ഇത് 907 ഉണ്ടാക്കിയ സാധന. ആസ് യൂഷ്വൽ. പിന്നെ എല്ലാ വാൾമേലും ഉണ്ടാകുന്ന പോലുള്ള വാൾ ആർട്സ് ഇവിടെ ഉണ്ട്. 1807 900 അല്ലേ? 907 വർഷമാണ്. വേറെ നമ്പർ 907. മുല്ലപ്പെരിയാർ എപ്പോഴും നിൽക്കണ്ടേ? അതെന്തുണ്ടാക്കിയ? എന്നാലും 1907 ഇതോ? അപ്പോൾ ഏകദേശം 100 വർഷത്തിൻ്റെ മുകളിൽ ഈ തുരങ്കം പഴക്കമുണ്ട്. നല്ല എക്കോ. കുട്ടേട്ടാ, സുഭാഷേ. വാവ്. അയ്യവാ, ഇവിടെയൊക്കെ ഏത് ഫ്രെയിം വെച്ചാലും അടിപൊളിയാണ് കേട്ടോ. പൊളി സാധനം. പക്ഷെ എന്നാലും 100 കൊല്ലം പ്ലസ് 2007 100 കൊല്ലം. 17 27 നമുക്ക് 120 കൊല്ലം ആവുക. അപ്പോൾ ഇപ്പോൾ എത്രയായി? 117 കൊല്ലം. ഇവിടെ സ്ട്രോബെറി പോലെ ചെറിയ ജാതി ഒരു ഇതെന്താ പൂവാണോ അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല കായുവാണോ? ഒരു ഐഡിയ ഇല്ല. എന്താണ് സാധനം? മൊത്തം ഉണ്ടോ സാധനം? ഈ ഒന്ന് പറിച്ച് കാണിക്കി. കണ്ടാ? സ്ട്രോബെറി പോലെ ഉണ്ടല്ലേ? അതെ, കണ്ടിട്ട് സ്ട്രോബെറി പോലത്തെ ഒരു സാധനം. അക്കോ ഇതൊന്ന് കഴിച്ചു നോക്കോ? അതെ, ഏതൊരു സാധനം ഇവിടെ കുറേ ഉണ്ട്. അങ്ങനെ ഇനി ആ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി വീണ്ടും നേരെ ലൗഡി റെയിൽവേ സ്റ്റേഷനിൽ പോകും. അവിടുന്ന് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നടന്നു പോയാൽ അങ്കിള് സിനിമയിൽ മമ്മൂട്ടി ഒക്കെ വന്ന് ചായ കുടിച്ചേ പിന്നെ ഒരു ചെറിയ തട്ടുകടുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. അതും ഒരു നൈസ് സ്പോട്ടാണ്. ഇനി നമുക്ക് നേരെ ആ അറ്റത്തേക്ക് നടന്ന് പോവാം. ഇവിടെ തന്നെ ഇരിക്കാമല്ലോ. ഇന്നേറ്റം ഫസ്റ്റ് ഇവിടെ ഇത് പൊട്ടുവോ? ഇനി ഇതേ അങ്ങറ്റത്തോട്ട് അങ്ങനെ കുറച്ച് നടക്കാം. ഇവിടെ വന്നുള്ള മെയിൻ വൈബ് ഇതാണ്. അങ്ങറ്റത്തോട്ട് അങ്ങ് നടക്കുക, പിന്നെ അങ്ങറ്റത്തോട്ടായിട്ട് നടക്കുക, കുറേ സ്വറയും പറഞ്ഞ് അങ്ങനെ നടക്കുക. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ വൈബ്. വീണ്ടും അടുത്ത പാലം ഈ സൈഡിൽ മണ്ണിനാവേ. അതെ, ഇവന്മാര് തൊള്ള തുറന്നാ തോന്നിയ സേ പറയും. ചോടാ അവിടെ ഒരു കുരിശടി. അതാ എന്ത് രസമുള്ള വഴിയാണിത്. നിങ്ങൾ വരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
ലൗഡയിൽ നിർബന്ധമായിട്ടും വരണ്ടേയും വന്ന് കാണണ്ടേയും എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ചോട്ടിൽ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമുണ്ട്. കാണിച്ചുതരാം. ഒരു ക്രിസ്ത്യൻ പള്ളി, അതിൻ്റെ മുകളിൽ അങ്ങോട്ടേക്കൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് പച്ചപ്പരവതാനി വലിച്ച പോലൊരു സ്പേസ്, താഴെ കുറേ വീടുകളും ബിൽഡിങ്ങും കടയൊക്കെ. ആ ഏരിയയിൽ റോഡ് എപ്പടി ഇരിക്കുക, സെറ്റല്ലേ. ഊട്ടിയിൽ വരുന്ന മിക്ക പേരും ചെയ്യുന്നൊരു വിഡിത്തം എന്താണെന്നറിയോ? വിഡിത്തം തന്നെ പറയും ഞാൻ. കാരണം നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് നേരെ അവിടെ ആ സിറ്റിയിൽ ഊട്ടി ടൗണിൻ്റെ അകത്ത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ ഗാർഡന്, അതേപോലെ ഷൂട്ടിംഗ് പോയിൻ്റ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. അവിടെ ഭയങ്കര റഷായിരിക്കും. കാരണം എല്ലാവർക്കും എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമാണത്. അവിടെ വന്ന് അങ്ങ് അടിഞ്ഞു കൂടും എല്ലാവരും. എന്നിട്ട് ഭയങ്കര തിരക്കായിരിക്കും, റഷായിരിക്കും. നമുക്ക് ആൾക്കൂട്ടം കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അവിടെ. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഉൾനാട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകൾ, ഊട്ടിയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾ, അവിടുത്തെ സംസ്കാരങ്ങൾ, തണുപ്പ്, ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഈ ലൗഡി റെയിൽവേ സ്റ്റേഷൻ തന്നെ നോക്കൂ, എന്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ അങ്ങനെ ആൾക്കാർ അധികാരം എത്തിപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം സമാധാനപരമായിട്ട് ആൾക്കാർക്ക് വന്നിരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് കുറേ സ്ഥലം കണ്ട സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഒന്നുമില്ലാന്നുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ കുറേ ഫ്രെയിമെങ്കിലും കിട്ടും, നല്ല വ്യത്യസ്തമായിട്ടുള്ള. അപ്പം അടുത്ത യാത്രക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ മലൻ്റെ മുകളിൽ, ആ ഏരിയയിലാണ് മല അല്ല, ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ, അവിടെയാണ് റെയിൽവേ പാലം. അതിൻ്റെ നേരെ സൈഡിലൂടെയുള്ളൊരു വഴിമക്കൂടാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ എന്നെ എന്താ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ നേരെ സൈഡിലുള്ള വഴിക്കൂടാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. ഇവിടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാലാണ് മറ്റേ മമ്മൂട്ടി ചായ പിടിച്ച കട എന്ന് പറഞ്ഞത്. ഇവിടെയാണ് ആ കട, ദീ കട, രതൻ ടീ സ്റ്റാൾ. എന്താണ് ഉഴുന്നോടെ? പരിപ്പട അല്ല ഉഴുന്നോട. കേക്ക് ഐറ്റംസ് ഒന്നും ഉണ്ടോ? ചായ അല്ലേ? എനിക്കൊരു ചായ മതി. നമ്മുടെ മമ്മൂക്ക വരെ വന്ന് ചായ കുടിച്ചൊരു ടീ ഷോപ്പിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ, മമ്മൂക്ക വന്ന് ചായ കുടിച്ചത് ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി വന്ന് ഇവിടുന്ന് ചായ കുടിച്ചാണ് സംഭവം. എപ്പടി ഇരിക്കുന്നതൊക്കെ മനസ്സിലേ. ചായ ഇടില്ലടാ, എടുത്ത് കുടി. അക്ക കുടിച്ചില്ലേ? എപ്പടി ഇരിക്കടാ ചായ? എന്ത് വർത്താനാ? ഊട്ടിയിൽ വന്ന ശേഷം 3ാമത്തെ ചായ, നേരം 11 മിനിറ്റേ ഉള്ളൂ. 13? അത് കഴിഞ്ഞു, വേറെ നമ്മൾ ഈ പ്രാവശ്യമാണ്. എന്തടേ വല്ലാത്തൊരു എക്സ്പ്രഷൻ. ജീവിക്കാൻ പരമസുഖം തമിഴ്നാടാണ്. അതെന്താ ഇവിടെ ഇവിടാണെന്ന് പറയാൻ കാരണം? പരമസുഖം തമിഴ്നാടാണ്. കാലാവസ്ഥ ഒന്ന് ഊട്ടി. അതെ, പാലക്കാട് വെച്ച് നോക്കുമ്പോ ഊട്ടി സ്വർഗ. പിന്നെ ജീവിക്കാൻ തമിഴ്നാടാണ്. ചെലവ് കുറവ്. നല്ല സാധനങ്ങളും കിട്ടൂലേ, പച്ചക്കറി. നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല ചായ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇവിടെ അല്ലായിരുന്നു മറ്റേ പണ്ട് മമ്മൂട്ടി ഷൂട്ടിംഗ് എടുത്ത സ്ഥലത്ത് ഞങ്ങൾ ഇരുന്ന്. എവിടെ? മമ്മൂട്ടി ഞാനവിടെ ഇരുന്നേ.
നിങ്ങൾ അടുത്ത മമ്മൂട്ടി നിങ്ങൾ തന്നെയാണ്. അതെ അതിലുണ്ട് അങ്കിളുണ്ട് തട്ടി നോക്കൂ. ആ ഞാൻ നോക്കിണ്ട് അതിൽ ഞാനുണ്ടല്ലോ. അതിൽ ചേട്ടനുണ്ട്. നല്ല കടയത്, ഭയങ്കര ഒരു രസമുള്ളൊരു. ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്താ? ലൗഡേൽ. ലൗഡേൽ. ഇങ്ങോട്ടും ലൗഡേൽ തന്നെ പറയാം. പച്ചപ്പഴം പഴുത്താണ്. ആണോ? അത് ഊട്ടി വർക്കി, നെയ് വർക്കി. ഊട്ടി വർക്കി. ചായപ്പൊടി മാറ്റാം, പേടിക്കണ്ട. ഓ, ഊട്ടി തേയിലാണ് കേട്ടോ അതൊക്കെ. ഏട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മണി. ഈ രത്തൻ ടീ ഷോപ്പ് തന്നെയല്ലേ കടന്റെ പേര്? രത്തൻ ടീ ഷോപ്പ് തന്നെ. രാജൻ. രാജൻ രാജൻ ആണത്. രാജൻ. ഓ, ജയ ആണല്ലേ? രാജൻ. ഞാനത് തെറ്റി വായിച്ചു. രാജൻ ടീ സ്റ്റാൾ, ലൗഡൻ. ഓക്കെ. അങ്ങനെ മണിയേട്ടൻ്റെ ചായക്കടയിൽ നടന്നു. രാജൻ ടീ സ്റ്റോർ. ഇത് രാജൻ തന്നെയാണല്ലേ? ഞാൻ ടീയാണ് വായിച്ചത്. സോ ഇവിടുന്ന് പുറത്തിറങ്ങി ഇനി നേരെ അടുത്ത വൈബ് എന്താണെന്നില്ല, അത് നോക്കി നടക്കണം. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. യെസ് കേസ്, വീണ്ടാമതും ട്രെയിൻ വരുന്നു. ഇങ്ങോട്ട് ട്രെയിൻ റിവേഴ്സിലാണ്. എവിടെയും റെയിൽവേ സ്റ്റേഷനിലായിട്ടുള്ളത്. നാലാമത്തെ ചായ. പൊറോട്ട, ചിക്കൻ കറി, ചായ. സമയം 12:30 ഉള്ളിൽ 4 ചായ ഉള്ളിലായി. കഴപ്പന്നെ. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഊട്ടി പോയി 4 ചായ കുടിച്ച് തിരിച്ചു വന്ന കഥയാണ് നിങ്ങളിതുവരെ കണ്ടത്. പിറ്റേന്ന് മോന്തയും കൂടി കാണില്ല. ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ ബൈ.